കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ടോ പറയാൻ പാടുള്ളൂ. പെട്ടെന്നങ്ങ് പറയാൻ പറ്റില്ല. ഞാൻ അതിന്റെ സമയം തീരുമാനിക്കേണ്ടത്, ഞാൻ അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും, എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്ര എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ അകത്ത് എന്ത് റോളാണുള്ളത്? ഒരു റോളുമില്ല സംസ്ഥാന ഗവൺമെന്റ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവര് അവിടെ ഇതിന്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവര്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്.